ബഹുമാന്യരെ, കേരളം ഇന്ന് ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ള ഒരു മഹത്തായ പോരാട്ടത്തിന് തലസ്ഥാന നഗരിയിൽ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർമാരും നിയമസഭാംഗങ്ങളും എല്ലാം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി തകർക്കുന്ന, വികസന പദ്ധതികളെ മുരടിപ്പിക്കുന്ന, രാഷ്ട്രീയ അട്ടിമറികൾ സംഘടിപ്പിക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായ രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് കേരളം രാജ്യ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഇവിടെ ഡൽഹിയിൽ ഇതേ സ്ഥലത്ത് നടക്കുകയുണ്ടായി. തമിഴ്നാട് ഇതേ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളോടുള്ള നയങ്ങൾക്കെതിരെ, ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ്. അതിൻ്റെ എല്ലാം ഉച്ചസ്ഥായിയിലെത്തിയ ഒരു സന്ദർഭമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരരംഗത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധ സമരത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ആദരണീയനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും മറ്റ് നേതാക്കളും ഇവിടെ വിശദീകരിക്കും സംസാരിക്കുകയാണ്. ഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എംപിമാരും MLA-മാരും അടക്കം ഒരു വലിയ പങ്കാളിത്തം ഈ സമരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. KP അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, അതാണ് ഈ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല ഈ സമരത്തോട്. അതിന് പ്രതിപക്ഷത്തിന് അവരുടേതായ ന്യായങ്ങളുണ്ട്. കാരണം ഈ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക തുകയിൽ പോലുമുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം കേരളം ഈ സാമ്പത്തിക രംഗത്ത് നടത്തിയ കെടുകാര്യസ്ഥതകൾ, ദുർച്ചിലവടക്കം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതിനുള്ള മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി കർണാടകത്തിന്റെ സമരം നോക്കൂ എന്നുള്ളതാണ്.